ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല? ഞങ്ങൾ കോഴിക്കോടാണ് യാത്ര ചെയ്യുന്നത്. വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. നിങ്ങളെ സർപ്രൈസ് ആക്കുന്ന ഒരു വീഡിയോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അവിടെ എത്തിയിട്ടേ പറയുള്ളൂ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ ഞങ്ങളിപ്പോൾ വേറൊരു ഷോപ്പിലാണുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കയറാം. ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്താൻ പോവാണ്. ജ്വല്ലറിയിൽ വന്നാണ് കേട്ടോ. പക്ഷെ ഇതും പപ്പയ്ക്ക് അറിയില്ല. പപ്പയ്ക്ക് മൂക്ക് കുത്തണ എന്തായാലും ഇഷ്ടമല്ല. കാത് കുത്തുന്നതിലൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല വിചാരിക്കുന്നു. മൂക്ക് കുത്തണോ? ഇപ്പൊ കുത്തിത്തരാം. ടെൻഷൻ ഉണ്ടോ? നോക്കട്ടെ എവിടെയായിട്ടാ കുത്തുന്നേ? ഇവിടെ കുത്താം. സ്വന്തം മഹാറാണി ഗോൾഡ് പാർക്കിലാണ് പക്ഷെ കുത്തി കഴിഞ്ഞപ്പോ വേദന ഉണ്ടായിരുന്നില്ല. കണ്ണാടി ഇത്ര കാണണം. കൊള്ളാലോ സൈക്കോ. ഇതാണ് നമ്മളെ പുതിയ എണ്ണ. കാത് കുത്താൻ വന്നതാട്ടോ. നോക്കട്ടെ, കാത് ഇപ്പൊ കുത്തിയിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. തട്ടൊക്കെ മുന്നിക്കിട്ട് ഇങ്ങനെ ഇട്ടെടുത്തത്. കരയൊന്നും ചെയ്യരുത് കേട്ടോ. ഏതാ പാട്ട് പാടണത് മോള്? മാറ്റിക്കോ, ബാക്കിക്ക് മാറ്റി. എങ്ങനെ? അപ്പൊ കറക്റ്റ് ആവൂലേ? അല്ല അവിടെ ഇല്ലില്ലേ? അവിടെ കുറച്ച് ഇപ്പറാണ്. കുത്തി കൊടുത്തില്ല കേട്ടോ. ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല? നമുക്ക് കുത്തിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം കുത്തിയിട്ടുണ്ട്? എനിക്കൊന്ന് കണ്ടോട്ടോ. എന്നിട്ട് രണ്ടുപേരെ പോലെയാണോ? ചൂടാ രണ്ടുപേരെ മാതിരിയല്ലേ? അതല്ലേ തൊടൂല. പിന്നെ ഇനിയിപ്പോ കുത്തണമെങ്കിൽ അങ്ങോട്ട് സൈഡിൽ കൂടെ അങ്ങ് കുത്തി കൊടുത്താൽ ഇപ്പൊക്കൊന്ന് കുത്തിയാലോ? ദിയമൂക്കോ? മൂക്കുത്തണോ ദിയമൂക്ക്? ചൂട് ഞങ്ങൾ പപ്പ വിളിച്ചു പറഞ്ഞു
ഞങ്ങൾ വന്ന വഴി വരാൻ പറ്റൂല റൂം എടുക്കാൻ. കാരണം അവിടെ വെള്ളം പൊങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ വന്ന വഴി. അപ്പം അത് കൂടെ വരാൻ ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്, വേറെ വഴിയില്ലാന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, ഞങ്ങൾ വന്ന വഴി വെള്ളം കയറി, അവിടെ വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവല്ല, വേറെ വഴി കൂടെ ആട്ടോ പോകുന്നത്. അപ്പോൾ ഭയങ്കര മഴ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ റെഡ് അലർട്ട് അല്ല, ഇവിടെ നമുക്ക് എന്താ പറയുക, സ്കൂളൊക്കെ ലീവാണ് കേട്ടോ, മഴയായതുകൊണ്ട്. അപ്പം ദൈവൻ്റെ ഒരു ആഗ്രഹം സാധിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ പുഴയിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം എൻ്റെ നീറ്റൽ ഇതുവരെ മാറിയിട്ടില്ല. എനിവേയ്സ് നമുക്ക് പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കാം. പപ്പൻ്റെ റിയാക്ഷൻ കാണാം ഗൈസ്. ഹായ് ഗൈസ്. എന്താണ് ചെവി നോക്കൂ. Don't laugh. I don't like അറിയാനില്ലല്ലേ. പണ്ട് ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ പശുവിന്റെ ചെവിയിൽ ഇങ്ങനെ ഇടും. അതാണ് ഓർമ്മ വരുന്നത്. കൊറേ ബ്ലോക്കിന്ന് കിട്ടി. പക്ഷെ ആ മാട് പശുമാട് ആരാ മാട് ബ്ലോക്കിന്ന് കിട്ടുന്ന പശുക്കൾക്ക് അറിയാം മാട് എന്ന് പറഞ്ഞു നമ്മളെ കണ്ടപ്പോ. അങ്ങനല്ല, മൂക്ക് ഇവിടെ ഈ മറ്റെന്താ എന്താ പറയണേ, ഇവിടെ സെപ്റ്റം കുത്തിയപ്പോ മാട് പറഞ്ഞു. മാടിനൊക്കെ പിടിച്ച് വലിക്കില്ലേ, അതൊരു കാര്യമുണ്ട്. സെപ്റ്റം എനിക്ക് രസമല്ല. ഇത് തൊടൂല നോക്കട്ടെ. ഇതിന് പോയതായിരുന്നു മഴ, വെള്ളം, എന്ത് വെള്ളം. ഞങ്ങള് രാമൻകുത്ത് വഴി റെയിൽവേ ചാടി. പക്ഷെ അങ്ങനത്തെ അതല്ല, അവിടെയല്ല. പോക ഇതൊക്കെ പേടിയല്ലേ നമുക്കാണെങ്കിൽ. പുക ചൂട്. ഫ്രണ്ട്സ് ദിയമോർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് ഞാൻ വീണ്ടും തുടങ്ങി. പിക്ചർ ചിഹ്നം മേഘ്ന MC ഋതിക MC. അത് യൂസർ നെയിമിന് മാത്രമേ ഇട്ടുള്ളൂ, അല്ലാതെ ഋതിക അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യട്ടോ. ദിയമോളെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യേ. ഋതിക MC അല്ലേ. ഒന്ന് വീഴാൻ പറ്റാ. എനിക്ക് നല്ല വേദന. ദേവുവിന്റെ ഫ്രണ്ട് ദേവുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റഡ് കുത്തിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് അർജുമാമൻ. ഓക്കേ, എന്ത് ചെയ്താലും മുഖത്ത് പുച്ഛം. ഞാനിപ്പോ ഒരു PM കൊണ്ടേ മുന്നിൽ വെച്ചാലും ഇതായിരുന്നോ എന്ന് പറഞ്ഞു പോവുള്ളൂ. ഒരു ലോഡ് പുച്ഛം ഉണ്ടാവുക, ലോഡ് പുച്ഛം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മേക്കാതെ കൂട്ടാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ എത്ര ദിവസം എന്തായാലും കുത്തി ഉടനെ തന്നെ വേദന പോകുന്നില്ല. കുത്തി ഉടനെ വേദന ഉണ്ടാവും. കുത്തി ഉടനെ ഒരു ഇത്, പിന്നെ ഷോക്ക്, പിന്നെ കഴിഞ്ഞിട്ട് ഷോക്ക് അടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സംഭവം. ഇനി ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുത്തി ഉടനെ ഉണ്ടാവുള്ളൂ വേദന, കഴിഞ്ഞ ഒരു വേദന ഉണ്ടാവില്ല പറയുമ്പോൾ വിശ്വസിക്കരുത്. നിനക്ക് വേദന സഹിക്കാന്നുണ്ടെങ്കിൽ കുത്തുക. ഇപ്പൊ ചെവി ഒരു കനം പോലെ തോന്നുന്നുണ്ടോ? ചെവി കനല്ല,
ചെവി ഇക്ലി ആവുക പ്ലസ് പുകച്ചിലുണ്ടല്ലോ, രണ്ടും മിക്സ് ആയിട്ടാ. എനിക്ക് ഉറക്ക വരണ്ടേ പോലും നേരെ കിടന്നുറങ്ങിയാൽ ഞാൻ ഉറങ്ങൂല. നമ്മൾ നടന്നേ എനിക്ക് ഉറങ്ങാൻ പറ്റും. അതെങ്ങനെയാ അറിയുക നടക്കണ്ടേ? ചെവി ഇപ്പുറത്ത് വെച്ചിട്ട്, അത് ഈ ചെവി. ഏത് ചെവിയ വേദന? ഈ ചെവി ആണോ? ഞാൻ ഒരു സൈഡിക്ക് ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെയാണ്. അതിന് ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടാലോ, എന്നാലോ കെട്ടി വെച്ചാലോ അവിടെ. എന്നാലോ എങ്ങനെയായാലും തല ചെവി അമർത്തിയല്ലേ കിടക്കുള്ളൂ. എനിക്ക് ഞാൻ മഴയൊക്കെ ഞാൻ സാധാരണ മഴ ഇങ്ങനെ കൊള്ളാതെ നോക്കില്ല, ഇങ്ങനെ മഴ ഉണ്ടായിരുന്നും കുഴപ്പമൊന്നുമില്ല. ഉറുമ്പ് അടിക്കുന്ന വേദനയല്ലേ ഉള്ളൂ. ഉറുമ്പ ഉടുമ്പ. ഫ്രണ്ട്സ്, അപ്പം സെക്കൻഡ് സ്റ്റേഡ് ഫൈനലി എൻ്റെ ഡ്രീം പ്രകാരം പെട്ടെന്നുള്ള ഡ്രീം പ്രകാരം കുത്തി. പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്, പപ്പനെ സർപ്രൈസ് ആക്കി. ആൻഡ് ഞങ്ങളിവിടെ റെഡ് അലേർട്ട് ആയിരുന്നു ഇന്ന്. അപ്പം നിങ്ങളവിടെ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ പുറത്തിറങ്ങാതെയൊക്കെ നോക്കുക, പുഴയിലൊന്നും പോവാതെ നോക്കുക. നിങ്ങൾക്ക് നീന്തൽ അറിയെങ്കിലും നിങ്ങൾ പുഴയിൽ പോകണ്ട. കുഞ്ഞുങ്ങളോടാണ് പ്രത്യേകിച്ച് പറയണത്, തോടാണെങ്കിൽ പോലും അങ്ങോട്ട് പോവരുത് കേട്ടോ. ഞങ്ങളൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ പോവരുത്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.